ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം മറീന ബീച്ച്, ചെന്നൈയുടെ സ്വന്തം മറീന ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഇപ്പോൾ സമയം 1:50 ആയി. ഓക്കെ, ഇപ്പം എത്തുന്നറിയില്ല, നല്ല ട്രാഫിക് ഉണ്ട്. സോ അവിടെ നിന്ന് കാണാം. ബൈ. മറീന ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ചേർച്ചാണിത്. ബീച്ച് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ ആണിത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സാൻ തോം കത്തീഡ്രൽ ബസിലിക്ക, അല്ലെങ്കിൽ സെൻറ്റ് തോമസ് കത്തീഡ്രൽ ബസിലിക്ക. സെൻറ്റ് തോമസിൻ്റെ ദേശീയ ദേവാലയം എന്നും ഇത് അറിയപ്പെടുന്നു. തമിഴ്നാട്ടിലെ ചെന്നൈയിലെ സാൻ തോം പരിസരത്തുള്ള ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ മൈനർ ബസിലിക്കയാണ്. 1523 പോർച്ചുഗീസുകാർ തോമാശ്ലീഹയുടെ ശവകുടീരത്തിന് മുകളിൽ പണിതതാണ് ഇന്നത്തെ ഘടന. 1896 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷുകാർ വാസ്തുശില്പികൾ ഇഷ്ടപ്പെട്ടതുപോലെ നവഗോതിക് ഡിസൈനുകൾ അനുസരിച്ച് മദ്രാസ് പ്രവിശ്യയിൽ ഇത് നവീകരിച്ചു. പ്രധാന അൽത്താരയിലെ പ്രതിമ തോമസ് അപ്പോസ്തലിനെ പുരോഹിതനായും യേശുക്രിസ്തുവിനെ രാജാവായും പ്രതിനിധീകരിക്കുന്നു. 1986 ഈ ദേവാലയം സന്ദർശിച്ച ഏക മാർപ്പാപ്പയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. നിർമ്മാണത്തിൽ ഗ്രാനൈറ്റും മാർബിളും ഉപയോഗിച്ച് തേക്ക് തടി കൊണ്ട് നിർമ്മിച്ച റിബ് വാൾട്ട് സീലിംഗ് ആണ് ഇതിനുള്ളത്. 16 ജാലകങ്ങളും 34 സ്റ്റൈൽ ഗ്ലാസ് പാനലുകളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1606 പോൾ അഞ്ചാമൻ മാർപ്പാപ്പ മൈലാപ്പൂർ സെൻറ്റ് തോമസ് രൂപത രൂപീകരിച്ച് പള്ളി കത്തീഡ്രലാക്കി. ഇതാണ് തോമസിനെ അടക്കം ചെയ്തതായി വിശ്വസിക്കപ്പെടുന്ന കത്തീഡ്രലിൻ്റെ മധ്യഭാഗം. ലിസ്ബണിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണച്ചായം പൂശിയ പ്രതിമയാണിത്. മൈലാപ്പൂരിലെ അവർ ലേഡി, അല്ലെങ്കിൽ പ്രാദേശികമായി മൈലായ് മാത എന്നാണിത് അറിയപ്പെടുന്നത്. ചേർച്ചിലെ വിശേഷങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സ്വാമി വിവേകാനന്ദ ഹൗസിലാണ്. ഐസ് ഹൗസ് അല്ലെങ്കിൽ കാസിൽ കർണൻ എന്നും ഇത് അറിയപ്പെടുന്നു. 1842 ഫെഡറിക് ട്യൂഡറാണ് ഈ ഹൗസ് നിർമ്മിച്ചത്. ബേ ഓഫ് ബംഗാളിനെ ഫേസ് ചെയ്തിരിക്കുന്ന ഈ വീട് അന്ന് ഐസ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു നിർമ്മിച്ചത്. 1897 സ്വാമി വിവേകാനന്ദൻ പടിഞ്ഞാറിൽ നിന്ന് വിജയകരമായി തിരിച്ചെത്തിയതിനു ശേഷം 9 ദിവസം ഇവിടെ താമസിച്ചതു മുതൽ ശ്രീരാമകൃഷ്ണ മഠവുമായി ബന്ധപ്പെട്ടിരുന്നു.
വെർച്വൽ, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, പിന്നെ ആധുനിക 3D എഫക്റ്റുകളോടുകൂടിയ ഷോ, പിന്നെ വിപുലമായ സനറ്റ് ലൂമിയർ, ഇത് മൂന്നും നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു കേട്ടോ. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോസ് ആയിരുന്നു അത് കേട്ടോ. പിന്നെ നമുക്ക് സ്വാമി വിവേകാനന്ദൻ മെഡിറ്റേഷൻ ചെയ്ത റൂമും കാണാൻ സാധിച്ചു. ബട്ട് അതൊന്നും ക്യാമറ അലൗഡ് ആയിരുന്നില്ല, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇതാണ് കേട്ടോ പണ്ട് ഐസ് സൂക്ഷിച്ചിരുന്നതിൻ്റെ മോഡൽ. ഐസ് ഹൗസ് എന്ന് ഇതിന് പേര് വരാൻ കാരണം തന്നെ ഈ ഐസ് സൂക്ഷിച്ചിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അധിക നേരം ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല, അലൗഡ് അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സ്വാമി വിവേകാനന്ദ ഹൗസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി നെക്സ്റ്റ് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഹൗസ് കാണാനാട്ടോ. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ പിന്നിലാണ് നമുക്ക് പാർക്കിംഗ് വരുന്നത്. എന്നിട്ട് ഫ്രണ്ടിലൂടെ വന്ന് എൻട്രി ടിക്കറ്റ് എടുത്തതിന് ശേഷം വേണം അകത്ത് കയറാൻ. അപ്പോൾ ലൈറ്റ് ഹൗസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 150 അടി ഉയരമാണുള്ളത്. ഇതിൻ്റെ ആകൃതി വരുന്നത് ത്രികോണ പ്രിസമാണ്. നല്ല ചൂടായതുകൊണ്ട് ഞങ്ങളൊരു ഫ്രൂട്ട് ബോളൊക്കെ വാങ്ങിച്ച് കഴിച്ച് അകത്തോട്ട് കയറി. എലിവേറ്റർ വഴിയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. 9ാം നിലയിലാണ് നമുക്ക് വ്യൂ ഉള്ളത് കേട്ടോ. ടിക്കറ്റ് ചാർജസ് വരുന്നത് അഡൽട്ട് 20 റുപ്പീസ്, ചിൽഡ്രൻ 10 റുപ്പീസ്. അപ്പോൾ നമുക്ക് ഈ എലിവേറ്റർ വഴിയാണ് മുകളിലോട്ട് പോകേണ്ടത്. ഈ ലൈറ്റ് ഹൗസ് ആദ്യം കത്തിച്ചത് 1977 ജാനുവരി 10. ഇതിൻ്റെ ഫോക്കൽ ഉയരം വരുന്നത് 187 അടിയാണ്. 2013 നവംബർ 16 ഇത് സന്ദർശകർക്കായി വീണ്ടും തുറന്നു. എലിവേറ്റർ ഉള്ള ലോകത്തിലെ ചുരുക്കം ചില ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണിത്. നഗരപരിധിക്കുള്ളിലെ ഇന്ത്യയിലെ ഏക ലൈറ്റ് ഹൗസ് കൂടിയാണിത്. ഇതൊരു സോളാർ പാനൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇത് ചെന്നൈയിലെ 4ാമത്തെ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ. എൻ്റെ അമ്മ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. വ്യൂ കാണാൻ ഒന്നും പറയാനില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. പോയിന്റിൽ ഏകദേശം ഒരു സമയത്ത് 10-25 പേർക്കേ നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ. 5 minutes ആണ് അലൗഡ് ടൈം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകേണ്ടത് ലൈറ്റ് ഹൗസ് ടെക്നിക്കൽ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഹൗസ് കീപ്പേഴ്സ് അന്ന് യൂസ് ചെയ്തിരുന്ന ടൂൾസ് ഉണ്ട് ഡിസ്പ്ലേക്ക്. കൂടാതെ ഹിസ്റ്റോറിക്കൽ ഒബ്ജക്ട്സ്, അതായത് ഈ ലൈറ്റ് ഹൗസിനോട് റിലേറ്റ് ചെയ്യുന്ന കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒബ്ജക്ട്സും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഹൗസ് കണ്ടതിന് ശേഷം താഴെ ഇറങ്ങിയപ്പോൾ കണ്ട ആദ്യത്തെ കാഴ്ച ഇതാണ്. മാങ്ങയൊക്കെ നല്ല രസമായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഫ്രൂട്ട്സ് ബൗളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു ബേൽപൂരിയാണ് കേട്ടോ. അപ്പോൾ അതും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് MGR ആൻഡ് അമ്മ മെമ്മോറിയൽ കാണാനാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കണ്ടൊരു നല്ലൊരു കാഴ്ചയാണിത്. നല്ല ഭംഗിയായി പെയിൻ്റ് അടിച്ചു വെച്ചിരിക്കുന്നു ബിൽഡിങ്സൊക്കെ. ഇതാണ് ട്രയംഫ് ഓഫ് ലേബർ സ്റ്റാച്യു. യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിന് ഓപ്പോസിറ്റാണ് ഇതുള്ളത്. അങ്ങനെ നമ്മൾ MGR അമ്മ മെമ്മോറിയലിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഭാരത് രത്ന പുരച്ചി തലൈവർ ഡോക്ടർ MGR, പുരച്ചി തലൈവി അമ്മ സെൽവി J. ജയലളിത മെമ്മോറിയൽ എന്നാണ് ഒഫീഷ്യലി അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിമാരായ MG രാമചന്ദ്രൻ, J. ജയലളിത എന്നിവർക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്മാരക സമുച്ചയമാണിത്.
1987 ഡിസംബർ 25 MGRന്റെ ശവസംസ്കാരം നടന്ന സ്ഥലത്തും 2016 ഡിസംബർ 6 ജയലളിതയുടെ സംസ്കാരം നടന്ന സ്ഥലത്തും കറുത്ത മാർബിൾ പ്ലാറ്റ്ഫോം ഉയർന്നു. ശ്രീ MGRന്റെ മരണം സംസ്ഥാനത്തുടനീളം കൊള്ളയുടെയും കലാപത്തിന്റെയും ഉന്മാദത്തിന് കാരണമായി. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകി മരണാനന്തര ബഹുമതിയായി അദ്ദേഹത്തെ ആദരിച്ചു. ഇതാണ് ബഹുമാനപ്പെട്ട അമ്മയുടെ സ്മാരകം. 1988 മുതൽ 2016 വരെ അഖിലേന്ത്യാ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ശ്രീ ജയലളിത തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രി പദം വഹിച്ച രണ്ടാമത്തെ വ്യക്തിയാണ്. അങ്ങനെ അതും കണ്ടിറങ്ങി കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോകുന്നത് മെറീന ബീച്ചിലോട്ടാണ്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ലോകത്തിലെ നഗരങ്ങളിലെ രണ്ടാമത്തെ നീളം കൂടിയ ബീച്ചാണ് മെറീന ബീച്ച്. ഏറ്റവും നീളം കൂടിയത് കാലിഫോർണിയയിലെ ഓഷ്യൻ ബീച്ചാണ്. തെക്ക് സെന്റ് ജോർജ് കോട്ടയ്ക്കടുത്ത് നിന്നാണ് മെറീന ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ബസന്ത് നഗർ വരെ 12 കിലോമീറ്റർ നീളത്തിൽ ബീച്ച് നീണ്ടു കിടക്കുന്നു. ഹലോ ഗായ്സ്, ഇപ്പം ഞങ്ങളുടെ രാവിലെ മുതലുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അതായത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഫുഡ് കഴിക്കുക, വീട്ടിൽ പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ശരി, ഗുഡ് നൈറ്റ്.